വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത ദിവസങ്ങളായി മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി കാണുന്ന വാർത്തയാണ് സിനിമാ മേഖലയിലെ ചൂഷണത്തിൻ്റെ കഥ. സിനിമാ മേഖലയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊന്നും പുറത്തു വരേണ്ടതില്ലായിരുന്നു. പണ്ട് മുതലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പറഞ്ഞു കേൾക്കുന്നത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ സ്ത്രീകൾ എല്ലാം സമർപ്പിക്കണമെന്നത് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. എന്നിട്ടും ഇന്നുവരെ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ സമൂഹത്തിൽ സ്ഥാനം ലഭിക്കേണ്ടവരാണ് എന്നതിൽ സംശയമില്ലാത്തവരായിരിക്കും സാമാന്യനീതി ചിന്തിക്കുന്നവരിൽ കൂടുതലും. കാരണം പുരുഷന്മാരെക്കാൾ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ നട്ടെല്ല് സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നതും അവർ തന്നെയാണ്. സ്ത്രീകൾ ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് മുറവിളി കൂട്ടുമ്പോൾ തന്നെ ചൂഷണത്തിന് വിധേയരാവാൻ മത്സരിച്ചോടുന്ന സ്ത്രീകളെയും നമുക്ക് കാണാനാവും. ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ് മുതലായ സോഷ്യൽ മീഡിയകളിൽ സ്ത്രീകൾ സ്വയം വിൽപ്പന ചരക്കാവുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യൂസ് കൂട്ടുന്നതിനും റീച്ച് ഉണ്ടാക്കുന്നതിനുമൊക്കെ സ്വന്തം നഗ്നത തുറന്നു വെക്കുന്ന പുതിയ തലമുറയാണ് നാം കാണുന്നത്. കുക്കറി ചാനൽ പോലും ഭക്ഷണം തയ്യാറാക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളും അവരുടെ നഗ്നത കാണിച്ചുകൊണ്ടാണ് വീഡിയോ തയ്യാറാക്കുന്നത്. പലരും തങ്ങളുടെ ശരീരത്തിന്റെ മൃദുല ഭാഗങ്ങളെ യാതൊരു ഉളുപ്പും കൂടാതെ പ്രദർശിപ്പിക്കുന്നതും നമുക്ക് കാണാം. പരസ്യ കമ്പോളങ്ങളിൽ ഒരു ബിസ്ക്കറ്റിന്റെ പരസ്യത്തിൽ പോലും നഗ്നത കാണിച്ചുള്ള സ്ത്രീകളെ കാണാം. അവിടെയൊക്കെ സ്ത്രീകൾക്കറിയാം ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന്. എന്നിട്ടും പണത്തിനു വേണ്ടി അവർ അതിന് തയ്യാറാവുന്നു. ഫിലിം ഫീൽഡിലും പണവും പ്രശസ്തിയും ലഭിക്കുന്നതിന് വേണ്ടി നല്ലൊരു വിഭാഗം തുണി ഉരിയാൻ തയ്യാറാവുന്നവരാണ്. അവസരം നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ അവസരം ലഭിക്കാൻ കൂടെ കിടക്ക പങ്കിടാനും തയ്യാറാവുന്നവരാണ്. അവസാനം എല്ലാം കഴിഞ്ഞ് ചണ്ടിയായി പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ മുങ്ങിയിട്ട് കാര്യമില്ല. സ്ത്രീകൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അവിടെ തങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും നഷ്ടമാവാതിരിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ അവസരങ്ങൾ നഷ്ടമാവാതിരിക്കാനല്ല നോക്കേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ചയെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ സ്വന്തം ശരീരവും ആത്മാഭിമാനവും പണപ്പെടുത്തിയുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറയാൻ സ്ത്രീകൾ തയ്യാറായിരുന്നുവെങ്കിൽ എല്ലാ അന്തസ്സോടും നിങ്ങൾക്ക് വേണ്ടി സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടാകുമായിരുന്നു. പക്ഷേ 4 ചുവരുകൾക്കുള്ളിൽ മറച്ചുവെക്കാവുന്ന അന്തസ്സും ആത്മാഭിമാനവും കൊണ്ട് പലരും നേടാമെന്ന് പലരും കരുതി, പലരും അതുവഴിയിലൂടെ പലതും നേടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലയാള സിനിമാ ലോകത്തെ പീഡനത്തിനെതിരെ എത്ര പേർ ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ട്? 1-2 വിരലൊതുങ്ങുന്നവർ മാത്രം. സ്ത്രീകൾക്ക് പ്രശസ്തി വേണം, ആഡംബരമായി ജീവിക്കണം, അതിന് എല്ലാം നൽകാൻ തയ്യാറാവുന്നവരുണ്ട് എന്ന ബോധം സിനിമാ ലോകത്തെ ആൺമേൽക്കൊയ്മയ്ക്ക് കാരണമായി. പുരുഷന്മാരെ ആ രീതിയിൽ വളരാൻ സഹായിച്ചത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ സ്ത്രീത്വമുള്ളവരായിരുന്നാൽ മാത്രം മതി, അവർ താനെ മൂല്യമുള്ളവരായി തീരും. ഒറ്റയ്ക്ക് എതിർക്കാൻ കഴിയാത്തതിനെ കൂട്ടമായി എതിർക്കാൻ തയ്യാറായാൽ തീരാവുന്നതേയുള്ളൂ എല്ലാ മേൽക്കൊയ്മയും. ഇനി അതിക്രമങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തത് ജീവഭയം കൊണ്ടാണെങ്കിൽ ഈ ചൂഷണത്തിന് വിധേയരായവർ എന്തിന് അതേ മേഖലയിൽ തന്നെ തുടരുന്നു? നമ്മുടെ രാജ്യത്ത് പോലീസ് ഒരു അവസാനാശ്രയമല്ല. അവസാനാശ്രയം ജുഡീഷ്യറിയാണ്. ഇതുപോലെയുള്ള പരാതികൾ കോടതിയിലെത്തുമ്പോൾ 1-2 പേർ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാശ്വതമായില്ലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അല്ലെങ്കിൽ ആ മേഖല തന്നെ വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകൾ തയ്യാറായാൽ എല്ലാ ഡിമാൻഡുകളും മാറ്റിവെച്ച് അവരെ തേടി വരുന്ന ഒരു കാലം ഉണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാകും. അതിന് ഉറച്ച മനസ്സും കൂട്ടായ്മയും വേണമെന്ന് മാത്രം. പിന്നെ എന്ത് അനീതി നടന്നാലും അതിനെ തേച്ചുമാറ്റി ഇല്ലാതാക്കാൻ ഭരണവർഗവും തീർപ്പ് കൽപ്പിക്കാൻ കാലവിളംബം ഉണ്ടാക്കുന്ന നീതിന്യായ കോടതികളും അക്രമികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായുള്ള കലയുടെ മറ്റൊരു വേർഷനാണ് സിനിമ. ആ സിനിമയിൽ മയക്കുമരുന്നിന്റെയും ക്രിമിനലുകളുടെയും സർവാധിപത്യമുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. ഇവിടെ ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം, 2019 മേശപ്പുറത്ത് വെച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറംലോകം കാണാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അത് മൂടിവെച്ചത്? ഇപ്പോൾ തന്നെ പുറത്തു വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമല്ല. അതിന്റെ പല ഭാഗങ്ങളും മറച്ചുവെച്ചാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ആരുടെയൊക്കെ പ്രൈവസിയാണ് ഗവൺമെന്റിനെ സംരക്ഷിക്കാനുള്ളത്? ഇരകളുടെ പ്രൈവസി മുഖ്യമായിരിക്കാം, പക്ഷേ വേട്ടക്കാരന് എന്ത് പ്രൈവസിയാണുള്ളത്? വർഷങ്ങളുടെ നീണ്ട കാലയളവ് കഴിഞ്ഞിട്ടും നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരാതെ നീണ്ടുപോകുന്നത് നാം കാണുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ശിക്ഷ ലഭിക്കേണ്ടവരുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ കോടതി ആ വിഷയത്തിൽ വിധി പറയുക.
അതുപോലെ തന്നെയായിരിക്കും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും. 5 വർഷം എടുത്തു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെടുക്കാനെങ്കിൽ അതിൻ്റെ മേൽ ഒരു നടപടി ഉണ്ടാവാൻ മിനിമം 50 വർഷമെങ്കിലും വേണ്ടിവരും. ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമാ ലോകം അടക്കി ഭരിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. സരിത കേസിൽ അന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകാതിരുന്ന പ്രിവിലേജ് ഒന്നും ഈ അധമന്മാർക്ക് ഉണ്ടാവേണ്ടതില്ല. അവരുടെ മുഖം സംരക്ഷിക്കാൻ ബാധ്യത ഗവൺമെന്റിനില്ലതാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലെ വെട്ടിത്തിരുത്തിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ മറച്ചുവെച്ച വരികൾ, ഇരകളല്ലാത്തവരുടെ പേരുകൾ പുറത്തു വരിക തന്നെ വേണം. അവരുടെ മുഖംമൂടികൾ അഴിച്ചു കളയുക തന്നെ വേണം. അതോടൊപ്പം മുമ്പിലൊരു ചതിക്കുഴിയുണ്ടെന്നറിഞ്ഞു അതിലേക്ക് ഓടിക്കയറുന്ന മഹിളാരത്നങ്ങൾ തങ്ങളുടെ പുഷ്കലകാലങ്ങൾ കഴിയുമ്പോൾ മാത്രം ഗതകാല കച്ചവടത്തിന്റെ കണക്ക് പുസ്തകം പുറത്തെടുക്കരുത്. എല്ലാ കണക്കുകളും അപ്പോൾ കൂട്ടിക്കിഴച്ച് ഒഴിവാക്കണം. ഏറ്റവും നല്ലത് ഇത്രയും കണക്കുകൾ ഇല്ലാതിരിക്കുന്നതാണ്.